ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് ഒരു ക്ലീനിങ് ചലഞ്ച് വീഡിയോ ആട്ടോ. അപ്പോൾ മക്കൾ സ്കൂൾ പോകലൊക്കെ കഴിഞ്ഞിട്ട് വീടൊക്കെ ആകെ അലങ്കോലമാക്കി എടുക്കുകയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ആ ക്ലീനിങ് വീഡിയോ നിങ്ങളെ കൂടി ഒന്ന് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കൊണ്ടുവയ്ക്കുക. അപ്പോൾ വീഡിയോ കാണുന്ന മുന്നേ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡൈനിങ് ഹാളിൻ്റെ അവസ്ഥ. മക്കൾ മദ്രസ വിട്ട് വന്നിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ അയച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ കിച്ചണിലും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രങ്ങളൊക്കെ ഞാൻ സിങ്കൊക്കെ എടുത്തിട്ടുണ്ടാകും. ആ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാണ്ട്. പിന്നെ ചോറ് കാര്യങ്ങളൊക്കെ പണി ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലീനിങ് പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ മടി പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. മൊബൈലും കണ്ട് വെറുതെ കിടക്കായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വേഗം ചെയ്ത് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആവുമല്ലോ. അപ്പോൾ ഞാൻ എവിടെയാണ് ചാടി എണീറ്റിട്ട് പരിപാടിയൊക്കെ ക്ലീനിങ് പരിപാടിയൊക്കെ തുടങ്ങണം. അപ്പോൾ നമ്മൾ റൂമിൽ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊന്നും വല്ലാതെ അങ്ങോട്ട് അലങ്കോലമായിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ചൂടായത് കാരണം ബെഡ്റൂമിൽ കിടക്കില്ല, നമ്മൾ ഡൈനിങ് ഹാളിലോട്ടൊക്കെ കിടക്കൽ. അപ്പം റൂം അങ്ങനെ മെസ്സായിട്ടൊന്നുമില്ല. പിന്നെ കുട്ടികൾ സ്റ്റഡി ടേബിൾ മക്കൾ മദ്രസ ഇട്ടുന്ന ബാഗും കാര്യങ്ങളൊക്കെ അലങ്കോലമൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ നീറ്റാക്കി എടുത്തൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തലേന്ന് പുസ്തകം സ്കൂളിലൊക്കെ ഉള്ള പുസ്തകം ചട്ട കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അതൊക്കെ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് അവിടെ തന്നെ വെക്കണം. അപ്പോൾ ഇനി നമുക്ക് പുസ്തകമൊക്കെ ചട്ടിടാനായിട്ടുണ്ട്. മനുഷ്യന്മാരല്ലേ, എപ്പോഴും ഒരുപോലെ ആവില്ലല്ലോ. ഇടയ്ക്ക് ക്ഷീണം കാര്യങ്ങളും മടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മടി ഇരിക്കുന്ന ദിവസങ്ങളിലുള്ള അവസ്ഥ കേട്ടോ അപ്പോൾ എൻ്റെ ഇത്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ അതുപോലെ കുറേ നേരമൊക്കെ മടി പിടിച്ച് കിടക്കും. പിന്നെ പെട്ടെന്നൊരു ബോധതായ കേട്ടോ എണീച്ചുകൊണ്ട് പിന്നെ തട്ടലും കൊട്ടലും ഭയങ്കര സ്പീഡിലാവും ചെയ്യൽ. അപ്പോൾ അതേ അവസ്ഥ കേട്ടോ ഇന്നത്തെ എൻ്റെ അവസ്ഥ. പിന്നെ കുറേ നേരം ഞാൻ മടി പിടിച്ച് കിടന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് എണീറ്റുകൊണ്ട് വേഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് വിചാരിച്ചു. അപ്പോൾ ഈ ക്ലീൻ ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കൂടി ചോദിച്ചു. വീഡിയോ എടുക്കണമെന്നപ്പോൾ എനിക്ക് അധികം ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ വീഡിയോ നിങ്ങളും കൂടെ ഒന്ന് കാണിക്കാം. നിങ്ങൾക്കും അതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ളതിലാട്ടോ ഞാൻ. അപ്പോൾ 9:30 മോൻസ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ്റെ പോക്ക് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഞാൻ മൊബൈൽ കുത്തി കളിച്ച് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ ഞാൻ സോഫമ്മ കിടന്ന് നേരം കഴിച്ചിട്ടുണ്ട്. പിന്നെ 10:30 കഴിക്കണ്ടായി ഞാൻ പിന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ ഒരുങ്ങുമ്പോൾ. അപ്പോൾ നമ്മളെ പിന്നെ ഡ്രസ്സിങ് ടേബിൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ കൊട്ടൽ കഴിഞ്ഞ് പിന്നെ ഡ്രസ്സിങ് ടേബിളിൽ കുറച്ച് അധികം സാധനം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ബാഗും കാര്യങ്ങളും കുറച്ച് പിന്നെ ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മേശൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ട് ഈ റൂമും കൂടെ ഒന്ന് നമ്മൾ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തുടക്കാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് മടിയുള്ള ദിവസമായിരുന്നു. അപ്പോൾ വേഗം ഒന്ന് പിന്നെ ഇതുപോലെ നല്ല തട്ടിക്കൊട്ടി അടിച്ച് വാരിയിട്ട് ക്ലീൻ ചെയ്തിട്ടാ തന്നെ. അങ്ങനെന്താ നമ്മളെ ബെഡ്റൂമുകളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളിപ്പോൾ ഡൈനിങ് ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റ് ഒന്ന് ആദ്യം നല്ല പൊടി തട്ടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതുപോലെ ഞാൻ ഒരു ബ്രഷ് വെച്ചിട്ട് കേട്ടോ പൊടി ഇട്ടുന്നത്. അപ്പോൾ ഈ ബ്രഷ് ഞാൻ 2 ദിവസം 3 ദിവസം കൂടുമ്പോഴൊക്കെ ഞാൻ ഈ ബ്രഷ് ആയിട്ട് ഒന്ന് നല്ല പൊടി ഇട്ടു. അപ്പോൾ ഈ ബ്രഷ് ആയിട്ട് നല്ല പൊടിയൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നല്ല അതിൻ്റെ മുഖം മൂലയൊക്കെ ഒന്ന് ഇതുപോലെ ബ്രഷ് ആയിട്ടൊന്ന് പൊടി തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പിന്നെ സെറ്റിൻ്റെ മൂലയിലുള്ള ഭാഗമില്ലേ അതൊക്കെ ഒന്ന് ഞാനൊരു ക്ലോത്ത് വെച്ചിട്ടൊന്ന് തുടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഒരു ഉണങ്ങിയ ക്ലോത്ത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് തുടച്ചിട്ട് അപ്പോൾ നമ്മൾ പ്ലാന്റ്സുകളൊക്കെ അങ്ങോട്ട് തന്നെ കയറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അവിടെയാണ് കുറച്ചധികം പണിയുള്ളത്. അവിടെ കുട്ടികൾ മദ്രസ കിട്ടുന്ന കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ പ്ലാന്റ്സിൻ്റെ ഉള്ളിൽ 2-3 മഞ്ഞ ഇലകൾ പഴുത്ത ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൈകൊണ്ട് അപ്പോൾ തന്നെ നുള്ളിയെടുത്തു. ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്തിട്ടോ. അപ്പോൾ നമ്മൾ കുഷ്യനൊക്കെ ഇതുപോലെ നല്ലൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഭാഗം അങ്ങോട്ട് ക്ലിയർ ചെയ്തിട്ടു. പിന്നെ ഡൈനിങ് ഹാൾ ഇതാണ് കേട്ടോ. അപ്പോൾ മദ്രസ കിട്ടുന്ന യൂണിഫോം മദ്രസയിലെ യൂണിഫോമും കാര്യങ്ങളും ആൾക്കാരുടെ ഡ്രസ്സുകളൊക്കെ ഞാൻ ബാസ്ക്കറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ മോനിസിന് സ്കൂളിലേക്ക് വാട്ടർ ബോട്ടിൽ വെള്ളമാക്കി ജഗും കാര്യങ്ങളൊക്കെ ടേബിളും ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കിച്ചണിലേക്ക് കൊണ്ടുവച്ചു. പിന്നെ തലേന്ന് രാത്രി കുട്ടികൾക്ക് നോട്ട് പുസ്തകം കാര്യങ്ങളൊക്കെ തികയാത്ത നോട്ട് പുസ്തകം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ ടേബിളിൽ തന്നെ ഇരിക്കാം കേട്ടോ. പുസ്തകം കാര്യങ്ങളൊക്കെ ഞാൻ റൂമിലേക്ക് സ്റ്റഡി ടേബിളിൽ കൊണ്ടുവച്ചിട്ടോ. പിന്നെ ഞാൻ ടേബിൾ തുടച്ചെടുക്കട്ടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് ആദ്യം ഒന്ന് ടേബിളിലെ പൊടിയൊക്കെ ഒന്ന് ആദ്യം തുടച്ചെടുക്കട്ടെ ചെയ്യണത്. പിന്നെ ഞാൻ നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് പിന്നെ ടേബിൾ നല്ലൊന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലോത്തിൽ ഒരു സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വിനാഗിരിയും പിന്നെ ഹാൻഡ് വാഷും കൂടെ ചേർന്ന ഒരു സൊല്യൂഷൻ കേട്ടോ. ഞാൻ ടേബിൾ റാക്കൊക്കെ തുടക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ ഞാൻ ഈ ക്ലോത്തിലേക്ക് അത് ഒഴിച്ചെടുത്തിട്ടാണ് പിന്നെ ടേബിൾ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെറും കാര്യങ്ങളൊക്കെ പല കോലത്തിലാവും. അതൊക്കെ ഒന്ന് നല്ലൊന്ന് സെറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് ഒരുപോലെ ആക്കിയിട്ട് നമുക്ക് വെക്കാം. പിന്നെ ഞാനിതാ ചെറിയ ടീപ്പോയും കൂടെ ഇതുപോലെ ആ ക്ലോത്ത് വെച്ചിട്ടൊന്ന് നല്ലൊന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇത് നമുക്ക് ടി വിൻ്റെ താഴെയുള്ള ഭാഗം ഒന്ന് അവിടെ കുറച്ച് കച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് ഒഴിവാക്കിയെടുക്കുക. അപ്പോൾ കുഞ്ഞിൻ്റെയും ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ കൊണ്ടുവന്ന് വാച്ച് അയച്ചക്കലും കുഞ്ഞിൻ്റെ മോതിരം കാര്യങ്ങളൊക്കെ അയച്ചക്കലും ഇവിടെ തന്നെ കേട്ടോ. അപ്പം ചാവി ആയാലും എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ വെക്കലും. പിന്നെ മോനിസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടു നിൽക്കും. അപ്പോൾ ഞാൻ ആവശ്യമില്ലാത്തൊക്കെ അങ്ങോട്ട് ഒഴിവാക്കും. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യണ ഓരോ ജോലിയാണ് കേട്ടോ. പിന്നെ ഇതാ നമുക്ക് ഒന്ന് നമ്മൾ തട്ടിപ്പറക്കലും കൊട്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് നല്ല വിശദമായിട്ട് നമുക്ക് അടിച്ച് വാരി എടുക്കാം കേട്ടോ. അപ്പം ഒന്നാകെ ഞാൻ റൂമും കാര്യങ്ങളൊക്കെ ഇതാ അടിച്ച് വാരി എടുക്കുകയാണ്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ഒരു റൂം തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടിച്ച് വാരിയിടും. അങ്ങനെ അപ്പോൾ മാറാലൊക്കെ തട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ അങ്ങനെ ആട്ടോ ചെയ്യൽ. മാറാലൊക്കെ തട്ടി തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞുകൊണ്ട് ആ ഭാഗം കൊണ്ട് ആ റൂമായിട്ട് അടിച്ചാരി ഇടും. പിന്നെയാണ് അടുത്ത റൂമിലേക്ക് പോവുക. പിന്നെ ലാസ്റ്റ് ഡൈനിങ്ങ് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഞാൻ ചെയ്യൽ. ഇപ്പോൾ ഞാൻ എല്ലാം ഒന്നാകെ തട്ടി കൊട്ടിയിട്ടാണ് ഒന്നാകെ അടിച്ചാരാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ക്ലീനാക്കി അരും മുക്കും മൂലയും ടേബിളിൻ്റെ ചോടും എല്ലാം നമ്മളിതുപോലെ അടിച്ച് വാരി ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ തുടക്കണ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ മേലൊന്നും എന്നും തുടക്കില്ല കേട്ടോ. 3-4 ദിവസം കൂടുമ്പോഴൊക്കെ മേലെ തുടക്കണം. പിന്നെ സ്റ്റെപ്പ് ഞാൻ എന്നും തുടക്കും. നമ്മുടെ ഡൈനിങ് ഹാൾ തുടക്കണതിൻ്റെ കൂടെ തന്നെ ഈ സ്റ്റെപ്പ് എന്നും തുടക്കലുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയും തുടക്കണില്ല. ക്ലീനാക്കി നല്ല അടിച്ച് വാരി ഇടേന്. അപ്പോൾ എനിക്ക് അത്ര സുഖമില്ലായ്മ ക്ഷീണമൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമേ ഞാൻ തുടക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ എന്നും തുടക്കലുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളിങ്ങനെ പൊടിയുള്ള കാലമായിട്ട് ഇതായിട്ടൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നും തുടക്കലുണ്ട്. അപ്പോൾ ഇന്ന് അത്ര പൊടിയൊന്നുമില്ല. കാരണം സ്കൂൾ തുറന്നത് കാരണം കുട്ടികളെ സ്കൂളിൽ പോയി പിറ്റേന്ന് ചവിട്ടി കയറാനോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല പൊടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആകെ അടിച്ചറിലൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിൽ കുറച്ച് പാത്രം കഴുകാണ്ട് പറഞ്ഞില്ലേ. പിന്നെ കുറച്ച് ചെമ്മീനുണ്ട് തൊലിക്കാൻ കേട്ടോ. അപ്പോൾ ചെമ്മീൻ കുഞ്ഞിൻ്റെ അപ്പം കൊണ്ടുവന്നാണ്. അപ്പോൾ ചെമ്മീൻ എന്തായാലും ഞാൻ അന്ന് എടുക്കണില്ല കേട്ടോ. അപ്പോൾ മീനൊക്കെ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്യാനുള്ളതൊക്കെ. അപ്പോൾ നമുക്ക് ചെമ്മീൻ പിന്നെ പിറ്റേന്നൊക്കെ വേണ്ടി കൊടുത്തിട്ടോ. അപ്പോൾ പിറ്റേന്നാകുമ്പോൾ ഞാൻ തൊലിച്ച് വെക്കലാണ്. പക്ഷേ ഇന്ന് എനിക്ക് തൊലിക്കാനൊന്നും വയ്യ. അപ്പോൾ ഞാൻ തൊലിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുക്കള ഞാൻ ചവിട്ടികളൊക്കെ എടുത്ത് വെച്ച് നല്ലൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് കയറിയിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകാം കേട്ടോ. ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം മിക്കവാറും വീടുകളിലെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ. രാവിലെ അവർ സ്കൂളിൽ പോകലും എല്ലാം കഴിഞ്ഞാൽ വീട് ക്ലീനാക്കലൊക്കെ തുടങ്ങുള്ളൂ. അങ്ങനെ നമ്മൾ കിച്ചൺ അടിച്ചാറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ പിന്നെ ഞാൻ കച്ചറ വാരി പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ പാത്രം കഴുകലാണ്. അപ്പോൾ ലാസ്റ്റ് ആണ് നമ്മൾ പാത്രം കഴുകണം. അപ്പോൾ പാത്രം അതിനുവേണ്ടി കഴുകാനൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മൾ പണിയെടുക്കുമ്പോൾ തന്നെ നമ്മൾ അപ്പൊക്കുള്ള പാത്രം അപ്പം തന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് വെച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പാത്രം പിന്നെ പാല് തിളപ്പിച്ചതിൻ്റെ പാത്രം അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ കഴുകിയെടുക്കട്ടെ. അങ്ങനെ നമ്മൾ പാത്രം കഴുകാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാൻ സിങ്കൊക്കെ ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ സിങ്ക് ഞാൻ ആദ്യം ഒന്ന് സോപ്പിട്ടിട്ട് നല്ലൊന്ന് തേച്ച് കഴുകിയെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ സൊല്യൂഷൻ ഇല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനാഗിരി പിന്നെ ഹാൻഡ് വാഷൊക്കെ ഇട്ടിട്ട് സൊല്യൂഷൻ അത് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ ഒന്ന് തേച്ച് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ നല്ല സിങ്ക് നല്ല ക്ലീൻ ആവും. പിന്നെ സിങ്കിൽ അങ്ങനെ പ്രാണി അങ്ങനത്തെ സംഭവങ്ങളോ ഒരു സ്മെല്ല് അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ആദ്യം ഒന്ന് സോപ്പിട്ട് ഇതുപോലെ കഴുകി വിമ്മെന്നൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ടാണ് പിന്നെയാണ് ഞാൻ അത് സൊല്യൂഷൻ ഇട്ടിട്ട് കഴുകൽ. അപ്പോൾ സിങ്ക് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ക്ലീൻ ആവട്ടോ. അപ്പോൾ സിങ്കൊക്കെ നല്ല കഴുകി നല്ല വൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ലാസ്റ്റ് ഒന്ന് ക്ലോത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കട്ടെ ചെയ്യുന്നത്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ഞാൻ ഈ സൊല്യൂഷൻ ഒഴിച്ചിട്ട് തന്നെയാണ് കേട്ടോ തുടക്കൽ. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുമ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് നമ്മളെ വീഡിയോസിൽ കമൻറ്റ് കുറവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങളെ അഭിപ്രായം കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ കമൻറ്റ് ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മളെ വീഡിയോക്ക് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളെ അഭിപ്രായം ഞാൻ പറഞ്ഞില്ല പോസിറ്റീവ് ആയാലും അല്ല നെഗറ്റീവ് ആയാലും അപ്പോൾ അത് എന്തെന്നായാലും വേണ്ടില്ല നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.
അങ്ങനെ നമ്മളെ കിച്ചൺ ക്ലീനിങ് പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലീനിങ് പരിപാടി മൊത്തത്തിൽ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കിച്ചൺ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേറെ അവിടെ ഞാൻ തുടക്കാൻ നിന്നിട്ടില്ല. കിച്ചണ് നമ്മൾ എപ്പോഴും ചവിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ഞാൻ കിച്ചൺ ഒന്ന് തുടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിച്ചൺ തുടക്കണമെങ്കിൽ കൂടെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു, അതും കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതാ നമ്മളെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ 11 മണിയായിട്ടുണ്ട്. 11 മണി കൃത്യമായിട്ടോ. ഞാൻ 10:30 കൃത്യത്തിനാണ് നമ്മളെ ക്ലീനിങ് പരിപാടി തുടങ്ങിയത്. അരമണിക്കൂർ കൊണ്ട് നമ്മളെ വീടൊക്കെ ഞാൻ മുഴുവനായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. തുടച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ തുടച്ച പോലെ തന്നെ ഉണ്ടിട്ട് വീട് നല്ല ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ 6 ഗസ്റ്റ് വരാണെങ്കിൽ നമുക്ക് പ്രയാസമില്ലല്ലോ. അപ്പോൾ 11 മണിയായിട്ടുള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കുക. റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടക്കാമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ തുടക്കും ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലെ കുക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കുളിക്കാനും ഇല്ല. അപ്പോൾ ഒക്കെ കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ നമുക്ക് ഒരു ജ്യൂസൊക്കെ കുടിച്ച് നമുക്ക് കിടക്കുക ഇരിക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു ഓറഞ്ച് ജ്യൂസ് അടിക്കുകയാണ്. ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ ഈ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മളെ ഈ ക്ലീനിങ് ചലഞ്ച് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ലൈക്കും ചെയ്യുക, കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.